live like a sportsman, play like a sportsman and die like a sportsman. ഇപ്പോൾ ആകെ ഉള്ളത് ഒരു ISL. അത് ഫുട്ബോളിനെ നശിപ്പിക്കാനാണ്. പൊളിറ്റീഷ്യൻസ് ഫുട്ബോൾ സ്പോർട്സ് ഭരിക്കുന്നത്. എന്താണ് അക്കാഡമി അർത്ഥം? ചോദിക്കും നമ്മൾ ഇവിടുത്തെ ഫുട്ബോൾ വലിയ നേതാക്കൾ പറയും അക്കാഡമിൻ്റെ മീനിങ് അറിയില്ല. ഈ പൈസയാണ് ഈ കേരള ഫുട്ബോൾ നശിപ്പിക്കണം. ഞാനൊരു പന്ത് റൈറ്റ് ഇവിടെ അടിക്കണമെങ്കിൽ റൈറ്റ് തലക്ക് ചെസ് ഞാൻ ചെയ്യണ്. അതാണ് ഫുട്ബോൾ. അങ്ങനത്തെ ആൾക്കാർ ഫുട്ബോൾ സ്നേഹിക്കണം. വാ സെക്രട്ടറി പ്രസിഡന്റ് ഓൾ ഇന്ത്യ വന്നു വാ ചെയ്യ്. അന്നേരം കസേര പുറത്ത് കയറിയില്ല. എന്തിനാ ഫുട്ബോൾ നശിപ്പിക്കും? പറ്റില്ല, ഇറങ്ങി പോണം. കാൽപാദങ്ങളിൽ പന്തിനെയും കൈകളിൽ ഹോക്കി സ്റ്റിക്കിനെയും തുല്യ അളവിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അതുല്യ പ്രതിഭയാണ് ഇദ്ദേഹം. കൊച്ചിയെമ്പാടും ഇദ്ദേഹത്തെ റൂഫസ് അങ്കിൾ എന്ന് വിളിക്കപ്പെടുന്നു. ആരാണ് ഈ അതുല്യ പ്രതിഭ? ഈ സ്റ്റോറിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റൂഫസ് ഡിസോസയാണ്. ഫുട്ബോൾ ഹോക്കി കോച്ചാണ്. ഈ ഗ്രൗണ്ടിലാണ്, ഹിസ്റ്റോറിക് പരേഡ് ഗ്രൗണ്ടിലാണ് ഞാൻ ഈ ഫുട്ബോളും ഹോക്കിയും കളി പഠിക്കുന്നത്. ഈ ഗ്രൗണ്ടിൽ നിന്ന് ഒരുപാട് പിള്ളേർ ഞാൻ ഹോക്കിയും ഫുട്ബോൾ കളിച്ചു. ഇന്ത്യക്ക് വേണ്ടി ഹോക്കിയും ഫുട്ബോളും കളിച്ചിട്ടുണ്ട്. സ്റ്റേറ്റും കളിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി, റെയിൽവേസ്, സർവീസ്, ബാങ്ക്സ്, എല്ലാ സെൻട്രൽ എക്സൈസ് എല്ലാവരും കളിച്ച് നല്ല ജോലിക്കാരായിട്ടുണ്ട്. ഈ കളിക്കുന്ന പ്ലേയേഴ്സ് എല്ലാം എൻ്റെ പഴയ പ്ലേയേഴ്സാണ്. എൻ്റെ പ്ലേയേഴ്സ് 5:30 മണിക്കൂർ വരും. ഒരു 7 മണി അവർ പോകും. കാര്യം അവർക്ക് സ്കൂളിൽ പോകുന്നുണ്ട്, പല പരിപാടികളുണ്ട്. ഞാനിവിടെ ഒരു 9 മണി വരെ ഉണ്ടാവും. ഈ പിള്ളേർ ഈ കളിക്കുന്ന ബോൾ എൻ്റെ ബോളാണ്. ഞാൻ ഗ്രൗണ്ടിൽ വന്നില്ല ഇവർ കളിക്കാൻ ബോൾ ഉണ്ടാവില്ല. ഞാൻ ഈ കളി കഴിഞ്ഞ് ബോൾ കൊണ്ട് വീട്ടിൽ പോകും. എനിക്കൊരാഗ്രഹമുണ്ട് ഈ ഗ്രൗണ്ടിൽ കിടന്നിട്ട് ഞാൻ കോച്ച് സമയത്ത് ഒരു അറ്റാക്കിന് മരിക്കാൻ എനിക്കൊരാഗ്രഹം. ഞാൻ ഈശ്വരൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഈശ്വരൻ തീരുമാനം. Always when you hit the ball, when you want to give a pass, don't twist the leg. You must give twist the ball. See the ball. You are losing 1 second. എതിർ ടീമിൽ കിക്ക് ചെയ്യാൻ വേണ്ടി ടൈം കൊടുക്കരുത്. ഇത് ആദ്യത്തെ എൻ്റെ ഒരു പന്താണ്. ഇത് ഒരു തുണിപ്പന്താണ്. കാര്യം എൻ്റെ അമ്മ ഒരു ബാസ്കറ്റ് ബോൾ പ്ലെയറാണ്. അമ്മ എന്നെ ബാസ്കറ്റ് ബോൾ കളിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മ ഒരു ദിവസം ഈ ഒരു പന്ത് കഴിച്ചിട്ട് ഇങ്ങനെ പന്ത് എറിഞ്ഞെറിയും. ഞാൻ കൈകൊണ്ട് ബോൾ പിടിക്കും. പിന്നെ ഞാൻ എറിയും, അമ്മ പിടിക്കും. ഇത് നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ അച്ഛൻ ജോലി കഴിഞ്ഞ് ഉച്ചക്ക് വരുമ്പോൾ അച്ഛൻ ഇത് കണ്ടപ്പോൾ അച്ഛന് ഇഷ്ടപ്പെട്ടില്ല. കാര്യം എൻ്റെ അച്ഛൻ ഒരു ഹോക്കി പ്ലെയറാണ്, ഒരു ഗോൾ കീപ്പറാണ്. അപ്പോൾ ആ അച്ഛൻ പറഞ്ഞു, നോ ഡോണ്ട് പ്ലേ ബാസ്കറ്റ് ബോൾ കളിക്കണ്ട, നിങ്ങൾ ഫുട്ബോൾ ഹോക്കിയും കളിച്ചാൽ മതി. അപ്പോൾ തർക്കമായി. എൻ്റെ അച്ഛനും അമ്മയും തർക്കമായപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ വന്നിട്ട് പറഞ്ഞു ഷടാപ്പെന്ന് പറഞ്ഞു, മുണ്ടറെന്ന് പറഞ്ഞു. അപ്പോൾ 2 പേരും മുണ്ടിയില്ല. അപ്പോൾ എനിക്കെന്ത് കളിക്കാനാകും? അപ്പോൾ പറഞ്ഞു, ഞാനാ എനിക്ക് ഫുട്ബോളും ഹോക്കിയും കളിക്കാനാകുന്നു. അന്ന് നീ അത് കളിച്ചാൽ മതി. ഇത് കേട്ടപ്പോൾ എൻ്റെ അമ്മക്ക് ഭയങ്കര വിഷമമായി. അമ്മ ഓടി മുറിയിലേക്ക് പോയി വാലും പൊട്ടി അവിടെ ഇരുന്നു. അപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട്, മമ്മി ഓപ്പൺ ദി ഡോർ മമ്മി വന്നില്ലെങ്കിൽ ഞാൻ മരിക്കും. ഇത് കേട്ട് മമ്മിക്ക് മമ്മി ആരും ഓടി തുറന്നു വന്നില്ലെങ്കിൽ, മോനെ മരിക്കല്ലേ, ചത്തുപോലെ, നീ എന്ത് വേണേൽ കളിച്ചോ, ഐ വോണ്ട് യു ടു ബി എ ഗുഡ് സ്പോർട്സ്മാൻ. അപ്പോൾ മമ്മി ഈ പന്ത് എടുത്തിട്ട് എൻ്റെ നാനടുത്ത് പോയി, ഗ്രാൻഡ് മദർ അടുത്ത് പോയിട്ട് പറഞ്ഞു, അവന് ഇഷ്ടമുള്ള കളി അവൻ കളിക്കാം, ഫുട്ബോൾ ഹോക്കിയും കളിക്കും, എനിക്ക് സന്തോഷമുള്ളൂ. അപ്പോൾ മമ്മി പന്ത് താഴ്ത്തി വെച്ചു. എന്നിട്ട് അടിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ഈ പന്ത് അടിക്കും. ആദ്യത്തെ തട്ട് ഈ പന്താണ്. രണ്ടാമത്തെ പന്താണ് ഒതളങ്ങയാണ്. ഇത് ഫ്രീ സ്കൂളിൽ പഠിക്കുമ്പോൾ 18-17 സ്കൂളാണത്. അവിടെ ആദ്യം ഞാൻ സ്കൂളിൽ ചേരാൻ വേണ്ടി പോയി എൻ്റെ മദർ കൊണ്ട് ചേർത്തത്. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഫ്രീ സ്കൂൾ ഗ്രൗണ്ടുണ്ട്. ഒരു ഗ്രൗണ്ട്, നല്ലൊരു ഗ്രൗണ്ട്. അവിടെ വെച്ചാൽ ഈ ഒതളങ്ങ പന്ത് തട്ടിക്കൊണ്ട് ഞാൻ കളിക്കുന്നത്. അവിടെ യുണൈറ്റഡ് ക്ലബ്ബ് എന്നൊരു ക്ലബ്ബുണ്ട് ആ ഗ്രൗണ്ട് നേരെ. അവിടെ ടെന്നീസ് കളിക്കുന്നുണ്ട്. ഈ ടെന്നീസ് കളിക്കും അവർ. അപ്പോൾ ഈ പന്ത് റോട്ടിൽ പോകുമ്പോൾ നമ്മൾ ഓടിപ്പോയിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഡോക്ടർ ഷെനായി എന്ന് പറഞ്ഞ ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം എൻ്റെ അടുത്ത് വന്നിട്ട്, റൂഫസ്, വാട്ട് ഈസ് ദിസ്, വൈ ഡു യു പ്ലേ വിത്ത് ദിസ്? നോ ബോൾ. ഐ സേ, നോ ഡോക്ടർ, ഐ ഹവ് നോ ബോൾ. ഓക്കെ വെയിറ്റ്. ആള് പോയിട്ട് ഈ പന്ത് ഒരു ടെന്നീസ് ബോൾ അവിടെ വന്നു.
ഈ ടെന്നീസ് ബോളും കൊണ്ടാണ് ഞാൻ എൻ്റെ രണ്ടാമത്തെ സ്കൂൾ 1888 സാന്റോ ക്രൂസ് ഹൈസ്കൂൾ ഫോർട്ട് കൊച്ചിയിലാണ്. അവിടെ വെച്ചാൽ അവിടെ ഒരു ഗ്രൗണ്ട്, ഒരു സാന്റോ ഗ്രൗണ്ട്, അവിടെ വെച്ചാണ് ഞാൻ ഈ ടെന്നീസ് ബോൾ തട്ടിക്കൊണ്ട് കളിക്കുന്നത്. ഇതെൻ്റെ മൂന്നാമത്തെ പന്താണ്. 1945 ബ്രിട്ടോ സ്കൂൾ തുടങ്ങി. അപ്പോൾ അവിടെ തുടങ്ങിയപ്പോൾ ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ, ഞാൻ ആംഗ്ലോ ഇന്ത്യനാണ്, അവിടെ കൊണ്ടുപോയിട്ട് എന്നെ ആ സ്കൂളിൽ കൊണ്ടുപോയിട്ട് മമ്മി ചേർത്തു. ആ ബ്രിട്ടോ സ്കൂൾ ഗ്രൗണ്ടിലാണ് ഈ ഫുട്ബോൾ വെച്ച് ആദ്യം ഞാൻ ഫുട്ബോൾ തട്ടുന്നത്. ബ്രിട്ടോ സ്കൂളിലാണ് അപ്പോൾ സാറ് ഫുട്ബോൾ കാണുന്നത് ഫസ്റ്റ്? ഫുട്ബോൾ തുടങ്ങിയത് ബ്രിട്ടോ സ്കൂൾ ഗ്രൗണ്ടിലാണ് ആദ്യം ഞാൻ തട്ടുന്നത്. അതിനുശേഷം നമ്മൾ ബ്രിട്ടോ സ്കൂൾ പെരേഡ് ഗ്രൗണ്ടിൽ പോയിട്ട് കളിക്കും. യങ്സ്റ്റേഴ്സ് ക്ലബിൻ്റെ ഒരു അബൂക്ക KM അബു, യങ്സ്റ്റേഴ്സിൻ്റെ എല്ലാം ക്ലബിൻ്റെ എല്ലാം ആണ്, ഒരു കോച്ചുമാണ്, ഫുട്ബോൾ കോച്ചുമാണ്. അപ്പോൾ എന്നെ വന്ന് വിളിച്ച്, വാ റൂഫസ് അല്ലേ, ക്ലബിന് കളിക്കാൻ ഇഷ്ടമുണ്ടോ, നമ്മുടെ ക്ലബ്ബ് ഫോം ചെയ്യാൻ പോകുന്നതാണ്, യങ്സ്റ്റേഴ്സ് സ്പോർട്സ് ക്ലബിൻ്റെ ഒരു ക്ലബ്ബ് 50 ഫണ്ടിലാണ് രജിസ്ട്രേഷൻ മേടിച്ചത്. അപ്പോൾ നീ അവിടെ കളിക്കണം, എനിക്ക് വേണ്ടി ഞാൻ കളിക്കാൻ പോകാം, എനിക്ക് സന്തോഷമല്ലേ. ആ ക്ലബ്ബിൽ 51 നമ്മൾ ആ ക്ലബിനെ ചേർന്ന് എന്നെ ക്യാപ്റ്റനാക്കി. അന്ന് തുടങ്ങി ഞാൻ ഈ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയത്. സാർ ഇപ്പോൾ 1951 ആ ടൈമിലാണ് ഫുട്ബോൾ ഒരു ക്ലബിലായിട്ടൊക്കെ പ്രൊഫഷണൽ ഗെയിമിലായിട്ടൊക്കെ വന്നത്. കളിച്ച് കുറേ കൊല്ലം കളിച്ച്, ഡിസ്ട്രിക്റ്റിലെല്ലാം കളിച്ച്. എനിക്ക് സ്റ്റേറ്റ് കളിക്കാൻ പറ്റില്ല, സ്റ്റേറ്റ് ക്യാമ്പിൽ പോയിരുന്നു, എനിക്ക് കിട്ടിയില്ല. ഹോക്കിയിലായിട്ട് സാറിൻ്റെ ഒരു ഇൻവോൾവ്മെന്റ് എങ്ങനെയായിരുന്നു? ഒരു ചരിത്രം തന്നെയാണ്. ഞാൻ ഹോക്കി തുടങ്ങിയത് ഒരു പരുത്തിവടിയാണ്. ഈ മരത്തിന് ഒടിച്ചിട്ട് അത് വെച്ചൊരു വളഞ്ഞ ഷേപ്പുള്ള കൊമ്പുകളും ഉണ്ടാവും, അത് വെച്ചും ഈ ഒതലങ്ങയും വെച്ചും ഈ ഇടവഴി കൂടി നമ്മൾ കളിക്കണം. അപ്പം ഈ ആ വടി ഒടിയുമ്പോൾ രണ്ടാമത് വടി എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ വെയിലാണ്, മതിലൊന്നുമില്ല. ഇത് പൊടിയുമ്പോൾ അവിടുത്തെ പെണ്ണുകൾ നിർത്തറ, നീ എന്നെ വെയിലൊടിക്കണം, കൊമ്പിലൊടിക്കണം, ഇനി വന്നാൽ ചൂടുകൾ ഒഴിക്കുമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ആ പടിവാരി ഉള്ള വടിയും നമ്മൾ കളിച്ച്, ഒതളയും പരുത്തി വടിയും എൻ്റെ ആദ്യത്തെ ഹോക്കി സ്റ്റേക്ക്. പിന്നെ ഞാൻ ബ്രിട്ടോ സ്കൂളിൽ പോകുമ്പോൾ അവിടെയാണ് ഹോക്കി കളി തുടങ്ങിയത്. അവിടെ വെച്ച് ഫുട്ബോളും ഹോക്കിയും എല്ലാം ബ്രിട്ടോ സ്കൂളിലാണ് തുടങ്ങിയത്. പിന്നെ പെരേ ഗ്രൗണ്ടിൽ പോയപ്പോൾ ഈ ഹോക്കി കളിക്കാണ്ടിപ്പോൾ ആംഗ്ലോ ഇന്ത്യൻ സ്പോർട്സ് ക്ലബ് റോയ്സി അങ്കിൾ എന്ന് പറയും, റോയ്സി അങ്കിൾ, അദ്ദേഹം എന്നെ കണ്ടു നിനക്ക് നല്ലോണം നീ നമ്മുടെ ക്ലബിൽ കളിക്കാൻ പറ്റുമോ? അങ്ങനെ തന്നെ ആംഗ്ലോ ഇന്ത്യൻ സ്പോർട്സ് ക്ലബിൽ പോയപ്പോഴാണ് എനിക്കൊരു ഹോക്കി സ്റ്റിക്ക് കിട്ടിയത്, ഹോക്കി ബോളായിട്ട് കളിക്കാൻ അവിടെയാണ്. പിന്നെ കൊറേലെന്ന് പറയുമ്പോൾ കേരള വോണ്ടേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബ് ഫോം ചെയ്ത്. അപ്പോൾ അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് കളിക്കാൻ. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം നമ്മൾ ഒരുമിച്ച് പഠിച്ചവർ ആ ക്ലബ്ബിൽ കളിക്കുന്നു. അപ്പോൾ അതിനോട് നീ എന്തിനും ഒറ്റയ്ക്കോട്ട്, നീ നമ്മളൊപ്പം വന്ന് കളി. അങ്ങനെ ആ ക്ലബ്ബ് വിട്ടിട്ട് ഞാൻ പോയിട്ട് കേരള വോണ്ടേഴ്സ് കളിച്ച് CR തിമ്മൻസ് അങ്കിളാണ് കോച്ച്. അവിടെ ഞാൻ കളിച്ച് മുന്നോട്ട് ഹോക്കി കയറിയത് 1954 തിരുക്കൊച്ചി സ്റ്റേറ്റ് ഹോക്കി ടീം ആദ്യം ഈ കേരള നാഷണൽ ഹോക്കി ചാമ്പ്യൻഷിപ്പ് കളിക്കുന്നത്. അതിൽ ഞാൻ ആദ്യത്തെ കൊല്ലം ഞാനാണ് ക്യാപ്റ്റൻ. എല്ലാം കൊച്ചിക്കാരാണ്, എല്ലാം ആംഗ്ലോ ഇന്ത്യൻ. 1954 ബാംഗ്ലൂർ നാഷണൽസിൽ ആദ്യം തിരുക്കൊച്ചി സ്റ്റേറ്റ് ഹോക്കി കളിക്കാൻ പോകുമ്പോൾ ഞാനായിരുന്നു ക്യാപ്റ്റൻ. അത് അങ്ങനെ തിരുക്കൊച്ചി സ്റ്റേറ്റ് 1959 വരെ ഞാൻ കളിച്ച് മുടങ്ങാണ്ട് ഹോക്കി കളിച്ച്. പിന്നെ ഞാൻ 1959 ഞാൻ മദ്രാസിലേക്ക് പോയി. ഫുട്ബോളും ഹോക്കിയും എങ്ങനെയായിരുന്നു പ്രാക്ടീസും ടൈമിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു മാനേജ് ചെയ്യാൻ? അത് ഭയങ്കര അത് എനിക്ക് തന്നെ ഓർമ്മയില്ല. 2 കളിയുണ്ട്. ഒരു ദിവസം ഫുട്ബോൾ കളിയുള്ളപ്പോൾ ഫുട്ബോൾ കളിക്കുമ്പോൾ ഹോക്കി കളിക്കാൻ പോകും. 2 കളി ഒരുമിച്ച് ഉണ്ടാവില്ല. 2 ലീഗ് ഞാൻ കളിച്ചു. പിന്നെ ഞാൻ മദ്രാസിൽ പോയി. 1959 മദ്രാസിൽ പോയി. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എന്നെ വിളിച്ചവിടെ. അങ്ങനെ ഞാൻ മദ്രാസിൽ പോയി. അവിടെ പോയപ്പോൾ ആദ്യം ഞാൻ അവിടെ ഇറങ്ങിയപ്പോൾ ആദ്യം ഫുട്ബോൾ നേതാജി സ്പോർട്സ് ക്ലബ്ബിലാണ്. നേതാജി സ്പോർട്സ് ക്ലബ്ബ് അവിടുത്തെ ആ കാലത്തിൽ അവരാണ് ഈ പിള്ളേരെ കൊണ്ടുവന്ന് വളർത്തിക്കൊണ്ടിരുന്നത്. ഞാൻ ആദ്യം നേതാജി കളിച്ച ശേഷം വിംകോ സ്പോർട്സ് ക്ലബ്ബ് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു തീപ്പെട്ടി കമ്പനിയാണ്. അവിടെ ബാലഗോപാൽ ഒരു മലയാളം ഉണ്ടായിരുന്നു. ഒരു കേരളത്തിൽ ഒരുപാട് 7 ടൂർണമെൻറ്റ്സിന് മുമ്പ് അദ്ദേഹത്തെ കളിച്ചപ്പോൾ എൻ്റെ കളിയിലപ്പോൾ നീ ഇവിടെ കളിച്ചോ, എനിക്ക് നല്ലോണം ഷൈൻ ചെയ്യാം. അങ്ങനെയാണ് ഞാൻ വിംകോ സ്പോർട്സ് ക്ലബ്ബിന് ഗസ്റ്റായിട്ട് കളിച്ചത്. അപ്പോൾ എനിക്ക് ജോലി തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ജോലി അപ്പം എനിക്കില്ല. അങ്ങനെ കളിച്ച് നല്ല ടോപ്പ് ഫോമിലായപ്പോൾ മദ്രാസ് സ്റ്റേറ്റ് ഞാൻ കളിച്ചു. മദ്രാസ് സ്റ്റേറ്റ് കളി കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നെ വിളിച്ചു. അവിടെ പോയിട്ട് ഞാൻ ഫുട്ബോൾ ഹോക്കി കളിച്ചു. ഹോക്കി സ്റ്റേറ്റ് ബാങ്കിന് ഹോക്കി കളിക്കുന്ന മുമ്പ് ഇംപീരിയൽ ടൊബാക്കോ കമ്പനി, ITC കമ്പനി, അവർക്ക് ഹോക്കി ടീം ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ഞാൻ ഹോക്കി കളിച്ചു. അവർ വിളിച്ചിട്ട് എനിക്ക് ജോലി തരാമെന്ന് പറഞ്ഞു. പക്ഷെ എന്തായാലും എനിക്ക് അവിടെ ജോലി ഇട്ട് എനിക്ക് കേരളത്തേക്ക് വരാൻ പറ്റില്ല. വിംകോക്ക് ജോലി ഇട്ട് എനിക്ക് ഇങ്ങനെ വരാൻ പറ്റില്ല. അപ്പോൾ സ്റ്റേറ്റ് ബാങ്കിലാണ്, സ്റ്റേറ്റ് ബാങ്കിന് കൊച്ചിയിലെല്ലാം ബ്രാഞ്ചുണ്ട്. അങ്ങനെ ഞാൻ സ്റ്റേറ്റ് ബാങ്കിൽ ജോലി കയറി. ഞാൻ ഹോക്കിയും ഫുട്ബോളും സ്റ്റേറ്റ് ബാങ്കിൽ കളിച്ച്. മദ്രാസ് സ്റ്റേറ്റിന് ഹോക്കിയും ഫുട്ബോളും കളിച്ച്. 69
ഞാൻ തിരിച്ച് കേരളക്ക് വന്നു. ചെന്നൈയിൽ നിന്ന് വന്ന് കൊച്ചിയിലോട്ട് വരുമ്പോൾ ഹോക്കിയിൽ എങ്ങനെയായിരുന്നു ഇവിടുത്തെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ? ഞാൻ 1950 തിരുക്കൊച്ചി സ്റ്റേറ്റ് ഹോക്കി ക്യാപ്റ്റനായിരുന്നു. എനിക്ക് വീണ്ടും കേരള സ്റ്റേറ്റ് ക്യാപ്റ്റൻ ആവാൻ വേണ്ടി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗ്രൗണ്ടിൽ പോയിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യും. വൈകുന്നേരം പ്രാക്ടീസ് ചെയ്യുമ്പോൾ 69 ആയിരുന്നു എറണാകുളത്ത് ഹോക്കി നാഷണൽസ്. അപ്പോൾ എന്നെ ടീമിനെടുത്ത് ഭരതൻ, മരിച്ചുപോയ ഭരതനാണ് ക്യാപ്റ്റൻ. എനിക്ക് ക്യാപ്റ്റൻ തന്നില്ല, കാര്യം ഞാൻ മെഡ്രാസിലേക്ക് പോയതുകൊണ്ട് ഈ ഗ്യാപ്പിൽ ഞാനിവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഭരതൻ്റെ കീഴിൽ ഞാൻ എറണാകുളത്ത് ഹോക്കി നാഷണൽസ് കളിച്ചു. പിന്നെ 1971-72 ജലന്ധർ നാഷണൽസിൽ എന്നെ ക്യാപ്റ്റനാക്കി. ആ ക്യാപ്റ്റൻസി കഴിഞ്ഞ് ഞാൻ റിട്ടയറായി. പിന്നെ ഞാൻ ഈ കോച്ചിങ് തുടങ്ങിയത് പെരേറ്റിലാണ്. ഫുട്ബോളും ഹോക്കിയും നേരത്തെ കോച്ച് ചെയ്തുകൊണ്ടിരുന്നതാണോ? ഞാൻ ഇതിന് ശേഷം കൊച്ചിയിൽ വന്ന ശേഷം ഞാൻ 70-ലാണ് ഈ ഹോക്കിയും ഫുട്ബോൾ കോച്ചിങ് തുടങ്ങിയത്. എൻ്റെ വീട്ടിലടുത്തൊരു ഫാമിലി ഉണ്ടായിരുന്നു, കുടുംബം ഉണ്ടായിരുന്നു. എന്നെ വിളിച്ച് പറഞ്ഞ് എൻ്റെ മകന് ഫുട്ബോൾ കളിക്കാൻ ആഗ്രഹമുണ്ട്, അവനൊന്ന് ഫുട്ബോൾ പഠിക്കും. എന്തെങ്കിലും വൈകുന്നേരം റൂഫസ് ഗ്രൗണ്ടിൽ പോകുന്നുണ്ട്, അപ്പോൾ ഇവനെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് പഠിപ്പിക്കാൻ പറ്റുമോ? എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത്. അപ്പം ഞാൻ പറഞ്ഞ് ആൻറ്റി ഞാൻ കൊണ്ടുപോയിട്ട് പഠിപ്പിക്കാം. അത് അങ്ങനെ അവൻ ഡെയിലി വരും, ഗ്രൗണ്ടിൽ വരുമ്പോൾ ഞാൻ അവിടെ ഫുട്ബോൾ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഒരുപാട് പിള്ളേർ വരാൻ തുടങ്ങി. അവർ വന്നു, അങ്കിളെ ഞങ്ങൾക്ക് ഫുട്ബോൾ കളിക്കാൻ ആഗ്രഹമുണ്ട്, അപ്പോൾ ഞാൻ നിങ്ങൾ ഡെയിലി വരും. അങ്ങനെയാണ് ഫുട്ബോൾ 1970 ഫുട്ബോൾ ഹോക്കിയും തുടങ്ങിയത്. അപ്പം അത് കഴിഞ്ഞപ്പോഴായിരുന്നു സാറിനൊരു ഫോട്ടോ വെച്ചിൽ സാറിന് എന്താ ഫുട്ബോൾ അങ്കിൾ എന്നൊരു പേര് വന്നത്? ഇന്ന് എല്ലാവരും ഫുട്ബോൾ അങ്കിൾ എന്ന് എല്ലാവരും വിളിക്കുന്നത്, ഫുട്ബോൾ അങ്കിൾ എന്ന് അറിയപ്പെടും. കൊച്ചിയിലോട്ട് വന്നു കഴിഞ്ഞ് സാറിന് ഒരുപാടധികം ശിഷ്യന്മാരുണ്ടായിട്ടുണ്ട്. അതിൽ എനിക്ക് തന്നെ പേര് ഞാൻ പറഞ്ഞില്ല, ഒരാളുടെ പേര് വിട്ടുപോയാൽ അതെനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഇത് പറയുമ്പോൾ അവരെല്ലാവർക്കും അറിയാം എൻ്റെ അങ്കിളാണ് എൻ്റെ ഗുരു. അതാണ് എനിക്ക് ഏറ്റവും വേണ്ടത്, ബഹുമാനം. ഞാൻ ബഹുമാനം കൊടുക്കും, അവരെനിക്ക് തിരിച്ചു തരും. ഈ എടാ പോടാനെ മാത്രം ഞാൻ വിളിച്ചിട്ടില്ല. 53 കൊല്ലം തുടങ്ങിയിട്ട് ഒരു എടാ പോടാൻ ഒരു കളിക്കാരനെ വിളിച്ചിട്ടില്ല. തമ്മിൽ ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ അവർക്കൊണ്ട് അത് യൂസ് ചെയ്യില്ല. അവർ എടാ പോടാന്ന് വിളിച്ചാൽ ഞാൻ അവനെ പുറത്ത് മാറ്റി നിർത്തും. ഒരു പണിഷ്മെൻറ്റ് കാര്യം ഒരു 10 മിനിറ്റ് മാറ്റി നിർത്തിയാൽ കാര്യം ഞാൻ പറയും, ഇനി നാളെ ഇതിപ്പോൾ ഗ്രൗണ്ടിന് ടീമിന് പുറത്താക്കും. അപ്പോൾ പിറ്റേ ദിവസം അത് യൂസ് ചെയ്യില്ല. അതാണ് എൻ്റെ ഒരു മുടി വളർത്താനും ഈ പെണ്ണുങ്ങളുടെ വേഷമൊന്നും ഞാൻ സമ്മതിക്കില്ല. കാത് കുത്തി മൂക്ക് കുത്തി ഒന്നും ഇവിടെ കളിക്കാൻ പറ്റില്ല. മുടി ഒന്ന് വളർത്താൻ മതി. ഇവിടെ വന്ന ഒരു സ്പോർട്സ്മാൻ, ലിവ് ലൈക്ക് എ സ്പോർട്സ്മാൻ, പ്ലേ ലൈക്ക് എ സ്പോർട്സ്മാൻ ആൻഡ് ഡൈ ലൈക്ക് എ സ്പോർട്സ്മാൻ. ഞാനിപ്പോൾ ഒരു സ്പോർട്സ്മാനായിട്ട് ജീവിക്കുന്ന ഒരു സ്പോർട്സ്മാൻ കളി, എനിക്കൊരു സ്പോർട്സ്മാൻ കോച്ചായിട്ട് മരിക്കാനൊരാഗ്രഹമുണ്ട്. അതാണ് എൻ്റെ ഒരു ഡിസിഷൻ. സാറിൻ്റെ മോട്ടീവ് അപ്പോൾ സാറിന് ഏത് സ്റ്റുഡൻസ് വന്നാലും സാറ് അവരോട് പറയണമെന്ന് വെച്ചാൽ ഡിസിപ്ലിൻഡ് ആയിരിക്കണം എപ്പോഴും സ്പോർട്സിൽ. പേരൻസ് വരുമ്പോൾ തന്നെ ഞാൻ ആദ്യം ചോദിക്കണം, നിങ്ങളെ മക്കൾക്ക് കളിക്കാൻ താല്പര്യമുണ്ടോ? ഡെയിലി വരാൻ പറ്റുമോ? ഒരു ദിവസം വന്ന് പിറ്റേ ഇവിടെ കൊണ്ടുവരാൻ നിൽക്കണ്ട. അത് മാത്രം. അതുമല്ല, ആദ്യം ഞാൻ പഠിപ്പിക്കുന്ന ഡിസിപ്ലിൻ ക്യാരക്ടർ. നമ്മൾ ആദ്യം പഠിപ്പിക്കുന്ന കൈ കൊടുക്കുമ്പോൾ മുഖത്ത് നോക്കി ഒരു ഗുഡ് മോർണിംഗ് പറയും. അതാണ് ആദ്യത്തെ ഒരു ക്യാരക്ടർ. പിന്നെ ലൈനിൽ എങ്ങനെ നിൽക്കണം, നമ്മൾ ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഇടയിൽ വന്ന് സംസാരിക്കും, പുറകെ കൂടി വന്നിട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ. ഒരു ഫുട്ബോൾ മാത്രം ഒരു ക്യാരക്ടർ ഞാൻ ബിൽഡ് ചെയ്യാനുണ്ട്. അതാണ് എൻ്റെ ഒരു കോച്ചിങ്ങിൻ്റെ ഒരു ക്വാളിറ്റി. സാറിൻ്റെ ഡെയിലി ലൈഫിൽ തന്നെ സാർ ഒരു റൊട്ടീൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കൃത്യസമയത്ത് 8:30 ആകുമ്പോൾ ഉറങ്ങണം, രാവിലെ 5:30 അവിടെ കോച്ചിങ് ഉണ്ട്. അപ്പോൾ ഇത് സാറ് ഷെയർ ചെയ്യാറുണ്ടോ സാറിൻ്റെ? എപ്പോഴും ഞാൻ പറയും, നിങ്ങൾ നോക്കി നിങ്ങളുടെ ബോഡി എൻ്റെ ബോഡി ഞാൻ കാണിച്ചു കൊടുക്കും. എൻ്റെ ബോഡി മൂവ്മെൻറ്റ്സ് നിങ്ങൾ എങ്ങനെ ഇത്ര പ്രായമായി ഞാൻ എങ്ങനെ മൂവ് ചെയ്യും? നിങ്ങൾ ഇത്ര പറയാം. കാര്യം നിങ്ങൾ ആദ്യം ഒരു ഡിസിപ്ലിൻ ലൈഫല്ല. നേരത്തെ കിടന്ന് ഉറങ്ങണം, നേരത്തെ ഫുഡ് കഴിക്കണം. അതാണ് ഉറക്കമാണ് ഏറ്റവും എൻ്റെ ഈ ലൈഫിൽ ഇപ്പോൾ നിൽക്കുന്നത്. എൻ്റെ സമയം ഒരു കാൽക്കുലേറ്റിംഗ് ടൈമിങ്സ് ആണ്. ഒരു 7:30 ഞാൻ എൻ്റെ ഫുഡ് കഴിക്കും, 8:30 ഞാൻ കിടന്ന് ഉറങ്ങും, 3 o'clock എണീക്കും, ചിലപ്പോൾ 3:30 ഞാൻ എണീക്കും, ചിലപ്പോൾ നേരത്തെ എണീക്കും. ഉച്ചക്ക് ഞാൻ ഊണ് കഴിച്ചിട്ട് ഒരു 1:30 മണി, ഒരു 2:30 മണി, 3 മണി ഞാൻ കിടന്ന് ഉറങ്ങും. അത് എൻ്റെ റൂട്ടീനാണ്. പിന്നെ ഫുഡ് ഹാബിറ്റ്സ് വളരെ പങ്ക്ച്വലാണ്. അത് കറക്റ്റ് സമയത്ത് ഞാൻ കഴിക്കും. അതാണ് എൻ്റെ ഇന്നത്തെ ഒരു ആരോഗ്യം എന്ന് പറഞ്ഞാൽ. അതാണ് സാറിന് ഇപ്പോൾ 89 വയസ്സായിട്ടും സാറിന് ഇപ്പോഴും ഗ്രൗണ്ടിൽ എത്തിക്കാനുള്ള ഒരു ഊർജ്ജം. സാർ ഞാനത് 5:15 ഗ്രൗണ്ടിൽ പോകും. പിള്ളേർ വന്നില്ലെങ്കിൽ ലേറ്റായിട്ട് വന്നാൽ മാറ്റി നിർത്തും. അത് ഞാൻ വീട്ടിൽ പോകാൻ വേണ്ടി പറയും. അതിപ്പോൾ ഞാനൊരു പുതിയ റൂളാക്കിയിട്ടുണ്ട്. അത് ഞാൻ പറയും, നിങ്ങൾ ഒരു ദിവസം പണിയാൽ പിറ്റേ 50 രൂപ ഫൈൻ കൊണ്ടുവരണം. ഞാൻ പറയാം, ആ ഫൈൻ നിങ്ങൾ എനിക്ക് തിന്നാനൊന്നുമല്ല. ആ ഫൈന് തരുമ്പോൾ എല്ലാവരും കുറച്ച് പൈസ ഇടും. ഞാൻ ആ ഒരു ബില്ലും ഒരു പന്തും മേടിക്കും, ഒരു ബില്ലും നിങ്ങളെ കാണിച്ചു തരും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആരും മുടങ്ങുന്നില്ല. മുടങ്ങിയാൽ പിറ്റേ ദിവസം ഫൈനും കൊണ്ട് വരണം.
2 ദിവസം പോണി 3-ാം ദിവസം 100 രൂപ കൊണ്ട് വരണം. ആ പൈസ പന്ത് മേടിച്ച് നിങ്ങളുടെ കയ്യിലെ പന്ത് ഏൽപ്പിക്കും. അതാണ് ഒരു പണിഷ്മെൻറ്റ്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും വരുന്നുണ്ട്. നമ്പർ വിളിച്ച് പറഞ്ഞു, അതെനിക്ക് പ്രശ്നമില്ല. നോണ പറയാൻ ഞാൻ സമ്മതിക്കില്ല. നോണ പറഞ്ഞാൽ ഞാൻ നിങ്ങളെ പിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് പണിഷ്മെൻറ്റ് തരും. അതാണ് എൻ്റെ ഒരു ഡിസിപ്ലിൻ. ഒബ്വിയസ്ലി ഞാനിപ്പോൾ അവിടെ ഗ്രൗണ്ടിൽ വന്നപ്പോൾ ഗേൾസിനെ കണ്ടായിരുന്നു ഞാൻ അവിടെ. അപ്പോൾ സാർ അവർക്ക് കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ എന്തായിരിക്കും ഗേൾസിനെ ഫുട്ബോളിലേക്ക് കൊണ്ടുവരാൻ? അവരൊരു ടൈമിങ്, ഒരു ക്യാരക്ടറാണ്. അവർ മുടി സ്റ്റൈലൊന്നും അവിടെ പറ്റില്ല. മുടിയെല്ലാം ഇങ്ങനെ ഡാൻസ് ചെയ്യാനൊന്നും പറ്റില്ല. മുടിയെല്ലാം ഞാൻ പറയുന്നത് കേട്ടണം. അതേ മുടി ഒരു പെണ്ണ് മുടി വെട്ടി കളഞ്ഞു, നല്ല കളി കളിക്കുന്നുണ്ട്. ഇപ്പോൾ വേറൊരു പൊണ്ണി മുടി മുമ്പ് ലൂസാക്കി വരണം. അപ്പോൾ നാളെ ഇവിടെ വരണ്ട, മുടി കെട്ടിയിട്ട് വരണം. മേക്കപ്പ് ഒന്നും ഇവിടെ പറ്റില്ല. പെണ്ണുങ്ങൾക്ക് ഒരുപാട് സ്കോപ്പ് ഉണ്ട്. ഫുട്ബോൾ ഒരുപാട് ക്ലബ്സ് ഉണ്ട്, അക്കാഡമീസ് ഉണ്ട്, ഒരുപാട് സ്കോപ്പ് ഉണ്ട്. പക്ഷെ അവർക്ക് വേണ്ട നല്ല കോച്ചുമാർ, ഡിസിപ്ലിൻ കോച്ചസ്മാർ വേണം. നമ്മൾ ആദ്യം ഒരു കുട്ടിനെ പഠിപ്പിക്കണം, കോച്ച് വെൽ ഡിസിപ്ലിൻ. ഫുട്ബോൾ എന്താണെന്ന് അറിയുമോ? ഫുട്ബോളിനെ പറ്റി നമ്മൾ സ്റ്റഡി ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, ഫുട്ബോൾ കളിക്കുന്ന ഒരു ഫുട്ബോൾ മേടിക്കണം. ഒരു ഫുട്ബോൾ മേടിക്കുമ്പോൾ ആ ഫുട്ബോളിന് ജീവനില്ല. നമ്മൾ കാറ്റടിക്കണം, ആ പന്തിന് നമ്മൾ ജീവൻ കൊടുക്കും. തിരിച്ച് ആ പന്ത് നമുക്ക് ജീവൻ തരണം. ടു ലേൺ ഫുട്ബോൾ യു ഗോട്ട് ടു ടീച്ച് ഫുട്ബോൾ. എ ഗുഡ് കോച്ച് വിൽ preach his mouth and teach his feet. ഫുട്ബോൾ നമ്മൾ ജീവൻ കൊടുക്കുന്നു, ഫുട്ബോൾ തിരിച്ച് നമുക്ക് ജീവൻ തരണം. അതാണ് ഈ ഫുട്ബോൾ. അതാണ് എനിക്കെന്ന് കിട്ടിയത് ഫുട്ബോളിൻ്റെ ബഹുമാനം. ഞാൻ ഫുട്ബോൾ എന്നും ബഹുമാനിക്കും. ഞാൻ ഉറങ്ങുമ്പോൾ ഫുട്ബോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വെച്ച് ഞാൻ ഉറങ്ങും. വെളുപ്പിന് എണിക്കുകയും ഞാൻ ആ ഫുട്ബോൾ എൻ്റെ മനസ്സിൽ കൊണ്ടുവരും. ഞാൻ ഗ്രൗണ്ടിൽ പോകുമ്പോൾ ആ ഫുട്ബോൾ നിലത്തിട്ട് പിള്ളേർക്ക് അടിച്ചു കൊടുക്കും. അതാണ് എൻ്റെ ക്യാരക്ടർ. ലെഗ്സ് ആർ ജസ്റ്റ് ടൂൾസ് ആൻഡ് പ്ലേ വിത്ത് യുവർ ഹെഡ് എന്നെങ്ങനെയല്ലേ? ബ്രെയിൻ ഇസ് ദി ക്രിയേഷൻ ഓഫ് ദി ബോൾ. പന്ത് മേടിക്കണം മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ പാസ് കൊടുക്കണം, ആർക്ക് കൊടുക്കാം, അത് നിങ്ങൾ മനസ്സിലാക്കണം. പന്ത് മേടിക്കണം നിങ്ങൾ വിഷനാണ്. നമ്മൾ കണ്ണ് മുമ്പോട്ട് വേണം, കണ്ണ് റൈറ്റിൽ വേണം, കണ്ണ് ലെഫ്റ്റ് വേണം, കണ്ണ് പുറകോട്ടും വേണം. ഇതാണ് ഫുട്ബോൾ. ഫുട്ബോൾ ഒരു ചുറ്റുമാണ്. ഇറ്റ്സ് ലൈക്ക് എ സർക്കിൾ. നമ്മൾ കണ്ണ് ചുറ്റും പോകണം. അതാണ് ഞാനിപ്പോഴും എൻ്റെ പിള്ളേർ പഠിക്കും. ഞാനത് ചെയ്തിരുന്നുകൊണ്ട് ഞാനിപ്പോഴും പഠിപ്പിക്കുന്നത്. എത്ര വർഷമായി ഒരു കോച്ചിങ് ഫീൽഡിലേക്ക് വന്നിട്ട്? ഫോർട്ട് കൊച്ചിയിലെ ഒരു കോച്ചിങ് സാറ് സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് ഇപ്പം എത്ര വർഷമായി? 19th May 1970 ആണ് തുടങ്ങിയത്. ഇപ്പം 53 ഇതുവരെ ഞാൻ മുടങ്ങിയിട്ടില്ല. ആകെ ഞായറാഴ്ച ദിവസങ്ങൾ മാത്രം ഞാൻ പ്രാക്ടീസ് ഇല്ല. പിന്നെ പിറന്നാളുകൾ വരുമ്പോൾ, ക്രിസ്മസ്, ബക്രീദ്, റംസാൻ, ഓണം, ആ ദിവസങ്ങൾ എല്ലാവർക്കും ഒരു ദിവസം ഹോളിഡേ കൊടുക്കും. എൻ്റെ ആരോഗ്യം ഗ്രൗണ്ടാണ്. പരേഡ് ഗ്രൗണ്ടിൽ തന്നെയായിരുന്നു സാറ്? അവിടെ എൻ്റെ കളി ഹോക്കിയും ഫുട്ബോളും തുടങ്ങിയത്. എൻ്റെ കളിക്കണ ഹോക്കിയും ഫുട്ബോൾ കളി അവസാനിച്ച ആ ഗ്രൗണ്ടിലാണ്. കോച്ചിങ് ഹോക്കിയും ഫുട്ബോൾ തുടങ്ങിയതും ആ പരേഡ് ഗ്രൗണ്ടാണ്. ആ കാലത്ത് ഈഡൻ ഗാർഡൻസ് ആയിരുന്നു നല്ലൊരു ഗ്രൗണ്ട്. പക്ഷെ അതിലെ നല്ല ഗ്രൗണ്ടാണ് പരേഡ് ഗ്രൗണ്ട്. ഇപ്പോൾ ഒരുപാട് ഓൾ ഇന്ത്യ ടൂർണമെൻറ്റ്സും ഒരുപാട് വേൾഡ് ക്ലാസ് ഹോക്കി, ഫുട്ബോൾ, ക്രിക്കറ്റ് പ്ലേയേഴ്സ് ആ ഗ്രൗണ്ടിൽ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അന്ന് പിള്ളേർ ഓടി ഗ്രൗണ്ടിൽ കയറും കളിക്കാൻ. ഇപ്പോൾ പിള്ളേർ പേടിച്ച് ഗ്രൗണ്ടിലേക്ക് പുറത്താണ് പോകുന്നു. കാര്യം ഈ അണ്ടർ 17 വേൾഡ് കപ്പ് 2019 ഇവിടെ പ്രാക്ടീസ് മാച്ച്, ടീം പ്രാക്ടീസ് വേണം. ഈ വെടി ഗ്രൗണ്ടും ഈ ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടുമാണ് അവർ സെലക്ട് ചെയ്തത്. ആ ടൈമിൽ അത് എങ്ങനെ ഇമ്പാക്റ്റ് ആയിരുന്നു? കാരണം ആ ഇമ്പാക്റ്റ് ആക്കാൻ വേണ്ടി കുറേ പൈസ കോടിയിൽ ചിലവാക്കിയിട്ട് ലാസ്റ്റ് പുല്ലും ഇല്ലാണ്ട് മണ്ണും ആക്കി ആ ഗ്രൗണ്ട്. നല്ലൊരു പുല്ലുള്ള ബ്രിട്ടീഷുകാരുടെ പുല്ല് കൊണ്ട് കളിച്ചിട്ട് ആർക്കും വേണ്ടാത്ത പുല്ല് നട്ടിട്ട് ഇപ്പോൾ പിള്ളേർ കളിക്കാൻ ഒരു പേടിയാ ഗ്രൗണ്ടിൽ. ഇപ്പോൾ നമ്മൾ കളിക്കുന്ന പരേഡിനോട് പുറത്താണ് ഇപ്പോൾ കളിക്കുന്നത്. ഈയിടെ ഇപ്പോൾ ഒരു ന്യൂസ് ഉണ്ടായി, ഗ്രൗണ്ടിൽ കുറേ പാമ്പിൻ്റെ ശല്യമൊക്കെ. അത് നിങ്ങൾ ചോദിച്ച സത്യമാണ്. കാര്യം ഞാനൊരു 5:15 പോകുമ്പോൾ 5:30 പിള്ളേർ വരുമ്പോൾ ഒരുപാട് പാമ്പുകൾ, ഒരു ദിവസം 2-3 ദിവസം പാമ്പ് ഗ്രൗണ്ട് വന്നിട്ട് പിള്ളേർ തല്ലി കൊളിഞ്ഞിട്ട് ഇവിടെ കളഞ്ഞു. അപ്പോൾ കാലത്തെ ഞങ്ങൾ വരുമ്പോൾ വലിയ പിള്ളേരുണ്ടാവും. അവിടെ ഒരുപാട് മരങ്ങളുടെ കൊമ്പുകളുണ്ട്. ആ കൊമ്പ് എടുത്തിട്ട് ആ ഫെൻസിങ്ങിൻ്റെ അടുത്ത് ഇവർ വലിയ പിള്ളേർ കൂടി വടിയിങ്ങനെ അടിച്ച് പാമ്പിനെ ഓടിച്ചു കളയും. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ 5:30 മണിക്ക് എക്സസൈസ് ചെയ്ത ശേഷം കുറച്ച് വെട്ടം വരുമ്പോൾ കളിക്കുള്ളൂ. പിന്നെ പത്രത്തിലെല്ലാം വന്ന ശേഷം ഗ്രൗണ്ടെല്ലാം വെട്ടി വളരെ ക്ലിയർ ആക്കി തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്ക് പാമ്പിനെ പേടിക്കേണ്ട കാര്യമില്ല, നമുക്ക് കളിക്കുന്നുണ്ട്. മെയിൻ നമ്മുടെ പരേഡ് ഗ്രൗണ്ടിൻ്റെ ഇപ്പുറത്താണ് ഇപ്പോൾ സാറ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണേ. സാറ് പരേഡ് ഗ്രൗണ്ടിൽ നിന്ന് മാറാൻ ഉള്ള എന്താ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്? സങ്കടമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും ഈ പരേഡിനോട് കളിക്കുന്ന ഏറ്റവും സീനിയർ ഒരാൾ ഞാനാണ്. 1945 തുടങ്ങിയ ഗ്രൗണ്ടിൽ കളിക്കുന്നതാണ്. എനിക്ക് സങ്കടമുള്ള കാര്യമാണ്. ആ ഗ്രൗണ്ടിൽ ഞാൻ കളിച്ച് വളർന്ന് ഇതെല്ലാം ആ സമയത്ത് ആ അണ്ടർ 17 വേൾഡ് കപ്പിന് വന്നപ്പോൾ എന്നെ ആരും ക്ഷണിച്ചില്ല. അതിനെപ്പറ്റി എന്നോട് സംഭവം ആ 7 രാഷ്ട്രീയക്കാരാണ്.
കൗൺസിലർമാരും പൊളിറ്റീഷ്യന്മാരും ആ ഗ്രൗണ്ടിൽ കയറിയത്. എന്നെ അവർ വിളിച്ചിട്ടില്ല. അന്ന് തുടങ്ങി ഗ്രൗണ്ട് നശിപ്പിച്ചവർ. ഗ്രൗണ്ട് അത് കാണേട്ടി ആർക്കും വേണ്ടത് പുല്ല് പിടിപ്പിച്ച് ഗ്രൗണ്ടിൽ കളിക്കാത്തത് സ്ഥിതിയാക്കി തന്ന ശേഷം ഞാൻ ആ ഗ്രൗണ്ടിൽ കാല് കുത്തിയിട്ടില്ല. ഞാൻ ആ ഗ്രൗണ്ട് നന്നാക്കി കിട്ടാണ്ട് ഇനി ആ ഗ്രൗണ്ട് ആക്കുന്നുണ്ട്. നോർമൽ ഫുട്ബോൾ പിച്ചിൽ ഉപയോഗിക്കുന്ന ഗ്രാസ് അല്ല, ഒരു ബഫല്ലോ ടൈപ്പ് ഗ്രാസ് ആണ്. ആർക്കും വേണ്ടാത്ത പുല്ലാണ്. പൈസ പോക്കറ്റിലിട്ടിട്ട് ആർക്കും വേണ്ടാത്ത പുല്ലുണ്ടെന്ന് പിടിപ്പിക്കും. ഇത് ഞാൻ പറഞ്ഞ സത്യം, ആരും എന്നോട് ചോദിക്കേണ്ട കാര്യം. ഈ ഗ്രൗണ്ട് വന്നങ്ങനെ ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഈ ഗ്രൗണ്ട് മാറ്റണം. ഏതെങ്കിലും ഒരു സ്പോർട്സ് സീനിയർ പ്ലേയേഴ്സ് കമ്മിറ്റിക്ക് കൊടുക്കണം. അന്ന് ഈ ഗ്രൗണ്ട് അല്ലെങ്കിൽ കൊച്ചിൻ ക്ലബ്ബുണ്ട്, അവർ ഈ ഗ്രൗണ്ട് നടത്തിയപ്പോൾ ഗ്രൗണ്ട് വളരെ നല്ല ടോപ്പ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലം ഈ വർഷക്കാലത്ത് 2 മാസം അവർ ഗ്രൗണ്ട് നന്നാക്കും. അതിന് ശേഷം 2 മാസം ഒരാളെ ഗ്രൗണ്ട് കളിപ്പിക്കില്ല. പിന്നെ ശേഷം നമുക്ക് കളിക്കാം. എന്തോരം ഓൾ ഇന്ത്യ ടൂർണമെന്റ്സ്, ഫുട്ബോൾ, ഹോക്കി, ക്രിക്കറ്റ്, ഞാൻ പറയും വേൾഡ് കപ്പ് ഒരുപാട് ഇംഗ്ലണ്ട് പ്ലേയേഴ്സ്, ഇന്ത്യൻ പ്ലേയേഴ്സ് ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ എന്ന് കളിച്ച ഒരു ഗ്രൗണ്ടാണ്. (1940s) തൊട്ട് ഒരു 60s വരെ ഇന്ത്യ പ്ലേഡ് 4 ഒളിമ്പിക്സ് ഗെയിംസ് ആൻഡ് ഏഷ്യൻ ഗെയിംസിലൊക്കെ അവർ ഭയങ്കര പ്രാഗൽഭ്യം നിറഞ്ഞിരിക്കുകയായിരുന്നു. ആ ടൈമിൽ ഭയങ്കരമായിട്ട് ഫുള്ളി ഫോക്കസ്ഡ് ഓൺ ഫുട്ബോളായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ നിലവിൽ ഇന്ത്യൻ ഫുട്ബോൾ കണ്ടുവരുന്നത് ദേ ആർ നോട്ട് ഈവൻ ക്വാളിഫയിങ് ഇൻ ഏഷ്യൻ ഗെയിംസിൽ, അല്ലെങ്കിൽ ദേ ആർ നോട്ട് ഈവൻ ക്വാളിഫയിങ് ഫോർ ഫിഫ ക്വാളിഫയേഴ്സ് ഇൻസൈഡ് ഏഷ്യ. പോസിറ്റീവും നെഗറ്റീവ് സൈഡ്സും എന്താണ് കറന്റ് ഇന്ത്യൻ ഫുട്ബോളും പിന്നെ സാറ് കളിച്ചുകൊണ്ടിരുന്ന ടൈമിലുള്ള വ്യത്യാസം എന്തായിരുന്നു? ഒരുപാട് ക്ലബ്സ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ, ഒരുപാട് ഓൾ ഇന്ത്യ ടൂർണമെന്റ്സ് ഉണ്ടായിരുന്നു. നല്ലൊരു കോച്ചുണ്ട്, റഹീം സാബ് എന്നൊരു ഡിസിപ്ലിൻ കോച്ചാണ്. അങ്ങനത്തെ ഒരു കോച്ച് നമുക്ക് ഇനി അതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് വേണ്ടത് ഇന്ത്യൻ കോച്ചസ് നമുക്ക് വേണം മുന്നോട്ട് വരാം. നമ്മൾ ആർക്കും വേണ്ടാത്ത കോച്ചസ്മാരെ കൊണ്ടുവന്ന കാര്യമില്ല. കാര്യം നമുക്ക് ഇപ്പോൾ ടൂർണമെൻറ്റിൽ ഇന്ത്യയിൽ എന്തോരം ടൂർണമെൻറ്റ്സ് ഉണ്ടായിരുന്നു. IFA ഷീൽഡ് ഉണ്ടായിരുന്നു. പിന്നെ കേരളത്തിലെ ശ്രീനാരായണ ഗുരു കോഴിക്കോടിൽ നല്ലൊരു ടൂർണമെൻറ്റ്, ഒരുപാട് ഓൾ ഇന്ത്യ ടീംസ് ഒന്ന് കളിച്ചിട്ടുണ്ട്. പിന്നെ കാലിക്കറ്റിൽ ഷെയ്ഖ് നാജി, പിന്നെ തൃശ്ശൂരിൽ ചാക്കോള ഗോൾഡ് കപ്പ്, പിന്നെ നമുക്ക് ട്രിവാൻഡ്രത്ത് GV രാജ, കോട്ടയത്ത് മാമൻ മാപ്പിള, എറണാകുളത്ത് ഈഗിൾസ് ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു. ഇതുപോലെ ഒരുപാട് ടൂർണമെൻറ്റ്സ് ഉണ്ടായിരുന്നു. യങ് ചാലഞ്ചേഴ്സ് കോഴിക്കോടിൽ. ഇപ്പോൾ എവിടെ ടീംസ്? എവിടെ? നിങ്ങൾ പറ പ്ലേയേഴ്സ് അന്ന് പ്ലേയേഴ്സ് കളിക്കാൻ ഒരുപാട് ചാൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് ടൂർണമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല. ഇപ്പം ആകെ ഉള്ളത് ഒരു ISL, അത് ഫുട്ബോളിനെ നശിപ്പിക്കാനാണ്. ആർക്കും വേണ്ടാത്ത ഈ ഫോറിൻ പ്ലേയേഴ്സ് ഇവിടെ കൊണ്ടുവന്നിട്ട് രാജ്യത്തിന് വേണ്ട, ക്ലബിന് വേണ്ടത് കളിക്കാർ ഇവിടെ കൊണ്ടുപോയി നമ്മളെ കളിക്കാർ പുറത്തിരിക്കുക. നമ്മൾ എങ്ങനെ ഒളിമ്പിക് ഏഷ്യൻ കളി പറ? ആരെ ഈ കോച്ചുമാർ? അതുപോലെ നമ്മളെ പ്ലേയേഴ്സ് അവർക്ക് അവിടെ തൂങ്ങിക്കിടക്കണം. മരിക്കുന്ന ഒരു ഇന്ത്യൻ ടീമുകൾ പുറത്തേക്ക് പോവില്ല, അസോസിയേഷൻ മാറ്റൂല. ഇപ്പോൾ ഞാൻ ഒരു ചെട്രി എന്ന് പറഞ്ഞ ഒരാൾ 39 വയസ്സായി, അത് ക്യാപ്റ്റൻ്റെ ബാജിങ് കെട്ടി ഗ്രൗണ്ട് എന്താ കളിക്കണത്? ഈ 70-90 മിനിറ്റ് 10 മിനിറ്റ് ബോൾ തൊടൂല. എതിർ ടീമിൻ്റെ ഗോൾ കീപ്പർ ജേഴ്സി കണ്ടില്ല, അത് മാറൂല. എല്ലാ ഹോക്കിയിലും അത് തന്നെയാണ്. ഈ നമ്മളെ കളിക്കാർ മാറ്റണം. അത് കോച്ചുമാരെ കഴിവാണ്. ഇപ്പം എന്നെപ്പോലെ ഒരു കോച്ചുണ്ടെങ്കിൽ ഇവർ കളിച്ചിട്ട് ടീം ജയിക്കുന്നില്ല. ഞാൻ ഈ ജൂനിയർ പ്ലേയേഴ്സ് ഇറക്കുള്ളൂ. അവർ കളിച്ച് തോക്കട്ടെ, തോറ്റ് മുന്നോട്ട് വരില്ല. ഇവർ തോറ്റിട്ട് ഇന്ത്യൻ സീനിയർ പ്ലേയേഴ്സ് തോറ്റിട്ട് പുറകോട്ട് വരണം. നമുക്ക് കളി തോറ്റിട്ട് മുന്നോട്ട് വരണം. അതിന് നല്ല ഡിസിപ്ലിൻ കോച്ചസ് വേണം, ടൂർണമെൻറ്റ്സ് തിരിച്ചു വരണം, നല്ല പ്രാക്ടീസ് വേണം, ഡെഡിക്കേഷൻ. അത് നമ്മളെല്ലാം കളിക്കുക. അന്ന് നമുക്ക് ഒരുപാട് ജൂനിയർ ലെവൽ ടീംസ് ഉണ്ട്, പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു, നല്ല കോച്ചുമാരുണ്ടായിരുന്നു, നല്ല എക്സ്പീരിയൻസ് പ്ലേയേഴ്സ്. ആ കോച്ചുമാർക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല, പക്ഷെ നല്ല എക്സ്പീരിയൻസ്, നമുക്ക് നല്ല എക്സ്പീരിയൻസ് പ്ലേയേഴ്സ് നമ്മൾ കോച്ച് ചെയ്യും. ഇപ്പോൾ ഉള്ള അക്കാഡമീസാണ് ഈ കേരള ഫുട്ബോൾ. ഈ അക്കാഡമീന്ന് എന്താണ് ചോദിക്കുക? എന്താ അക്കാഡമീൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുക? അക്കാഡമി മിലിറ്ററി അക്കാഡമി, പോലീസ് അക്കാഡമി, മ്യൂസിക് അക്കാഡമി, ആർമി, നേവി, ഇതെല്ലാം അക്കാഡമീസാണ്. ഇത് അക്കാഡമി പിള്ളേർക്കേ കൊടുക്കുള്ളൂ. പൈസ മേടിക്കണേ. നമ്മൾ കളിക്കുന്ന സമയത്ത് പൈസ കൊടുക്കേണ്ട കാര്യമില്ല. പുള്ളി അവരുടെ ടാലന്റ് അനുസരിച്ചും കളി അനുസരിച്ചും മാത്രമായിരുന്നു സെലക്ഷൻ. അന്ന് കളിക്കുന്ന പ്ലേയേഴ്സെ കിട്ടുള്ളൂ. അത് നമ്മളെല്ലാം ഭാഗ്യാന്ന് അക്കാഡമി ഇല്ലാത്ത കാര്യമാണ്. കാര്യം നല്ല പ്ലേയേഴ്സ് ഇപ്പൊ അക്കാഡമിക്കാർക്ക് കൊടുക്കും, പൈസ മേടിച്ച് മുണങ്ങനാണ്. അക്കാഡമീസിനേക്കാളും കൂടുതൽ വേണ്ടത് ഒരു ക്ലബ്ബായിരുന്നു. ഞാൻ എൻ്റെ ക്ലബിൽ നിന്ന് ഡിസ്ട്രിക്ട് സീനിയർ 9 പേരാ സീനിയർ ഡിസ്ട്രിക്ട് കളിച്ചത്. എൻ്റെ ക്ലബിൽ നിന്ന് ആ ഫോട്ടോ ഇപ്പോഴും ഉണ്ട്. എത്ര പേരെ കൊച്ചിയിൽ നിന്ന് ഇന്ത്യ കളിച്ചത് ഞാൻ കോച്ച് ചെയ്ത്. 10 പൈസ മേടിക്കാണ്ട് ഞാൻ കോച്ച് ചെയ്ത് ഇന്ത്യ കളി, ഹോക്കി, ഫുട്ബോളും സ്റ്റേറ്റ് ഇന്ത്യക്ക് വേണ്ടി കളിച്ച പ്ലേയേഴ്സ് ഉണ്ട്. എൻ്റെ സ്വന്തം പൈസക്ക് 10 പൈസ മേടിക്കേണ്ടത്. അത് വേറൊരു കോച്ച് ഇന്ത്യയിൽ ഹോക്കിയും ഫുട്ബോൾ രാജ്യം കോച്ച് ചെയ്ത് അവർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്.
അങ്ങനെ ഡെഡിക്കേറ്റഡ് സിൻസിയർ ഈ പന്ത് എന്താണ്, പന്തിനെ പറ്റി നല്ല വിവരമുള്ളവർ കോച്ച് വേണം. ഇത് പന്ത് കളിക്കണ്ട, 25,000 കൊടുത്താൽ 7-11 ദിവസം കൊണ്ട് കോച്ച് ചെയ്യും കേരള ഫുട്ബോൾ. ഇതാണ് കോച്ചിങ്. പറ എന്താ സ്ഥിതി? നമുക്ക് ഈ പൊളിറ്റീഷ്യൻസ് ഇതിൽ പറ്റില്ല. പൊളിറ്റീഷ്യൻസ് സ്ഥലപ്പുറത്ത് ഇരിക്കരുത്. പൊളിറ്റിക്സ് ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ഫുട്ബോൾ സ്പോർട്സ് നശീനാണ്. കാര്യം നമുക്ക് വേണ്ടത് ഇന്ത്യ കളിച്ച പ്ലേയേഴ്സ് ഒരേ അസോസിയേഷനിൽ ഐ പോസ്റ്റ് അവർ ഹോൾഡ് ചെയ്യണം. സെലക്ടർമാരെല്ലാം സ്റ്റേറ്റ് കളിച്ച പ്ലേയേഴ്സ് ആയിരിക്കണം. അന്നല്ലേ നമുക്ക് ഈ മുന്നോട്ട് കളിക്കുന്ന പ്ലേയേഴ്സ് ചാൻസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ അക്കാഡമി പിള്ളേരെ കളിക്കുള്ളൂ. സെലക്ഷന് പോയാൽ അവർ പൈസ ചോദിക്കണം. അക്കാഡമി പിള്ളേരെ മാത്രമേ അവർ എടുക്കുള്ളൂ. അപ്പം നമ്മുടെ സ്ഥിതി എന്താണ്? സബ് ജൂനിയർ സ്റ്റേറ്റ് നോക്ക്, ജൂനിയർ സ്റ്റേറ്റ് നോക്ക്, സീനിയർ സ്റ്റേറ്റ് നോക്ക്, ഇന്ത്യൻ ടീം നോക്ക്. എത്ര ഇന്ത്യൻ പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട്. കേരള പ്ലേയേഴ്സ് ഇന്ത്യൻ ടീമിന് കളിക്കുന്നുണ്ട്. ഇപ്പോൾ എവിടെ ഒരു പ്ലെയർ വല്ല കളിക്കുന്നുണ്ട്? കാര്യം ഇവിടെ നടത്തി ശരിയല്ല. നമുക്ക് നല്ല മെയിനായിട്ട് സാറിൻ്റെ ടൈമിൽ ടാലൻ്റ് ആയിരുന്നു, ഇപ്പോൾ അത് റെക്കമെൻഡേഷനിലായിട്ട് മാറി എന്ന് പറയാം. അത് നോ ഡൗട്ട് അബൌട്ട്. അന്ന് കളിക്കുന്നവർക്ക് ടീമിൽ ചാൻസ്, ഇപ്പം കളിക്കാത്തവർക്ക് ചാൻസ്. അവർക്ക് റെക്കമെൻഡേഷൻ, അവരാൾക്കാരെ പിടിച്ച് കമ്മിറ്റിയിലാക്കും. കളിക്കുന്നവർ പിടിച്ച് കമ്മിറ്റിയിലാക്കൂല. എന്തൊരു സീനിയം, എന്തുകൊണ്ട് അവരാക്കണില്ല? ഇത് ഇവരൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് സ്ഥലത്ത് മാറൂല. ഒരു കസേരപ്പുറത്ത് ഇരുന്നാൽ അത് നമ്മൾ ഒരു റൂൾസ് കൊണ്ടുവരണം. ആരായാലും ഒരു 2 കൊല്ലം അവിടെ ഇരിക്കാൻ പറ്റണം. അതിനെ അത് കസേര മാറിക്കൊടുക്കണം. പുതിയ ആൾക്കാർ വരണം. അപ്പോൾ ഫുട്ബോൾ എന്താണ്? ഇത് ഒരാൾക്കാർ ആ ആൾക്കാരാണ് ഇരുന്ന് മാറിക്കൊടുക്കില്ല. പുതിയ പ്ലേയേഴ്സ് ജനറേഷൻ മുന്നോട്ട് കൊണ്ടുപോകില്ല. ഇതുള്ളവരും ഇന്ത്യൻ ഫുട്ബോൾ മുന്നോട്ട് പോകും. പൊളിറ്റീഷ്യൻസ് ഫുട്ബോൾ സ്പോർട്സ് ഭരിക്കരുത്. സ്പോർട്സ്മാർ ഫുട്ബോൾ ഭരിക്കണം. അപ്പം നമ്മൾ തിരിച്ച് ഏഷ്യൻ ഗെയിംസ്, ഒളിമ്പിക്സ് നമുക്ക് കളിക്കാൻ പറ്റും. നമുക്ക് വേണ്ടത് ഇന്ത്യൻ കോച്ചുമാരാണ്. ഇന്ത്യൻ കോച്ചുമാരുള്ള സമയത്താണ് നമ്മൾ 2 ഏഷ്യൻ ഗെയിംസ് ജയിച്ചത്, 4 ഒളിമ്പിക്സ് കളിച്ചത്. ഇപ്പോൾ സ്ഥിതി നോക്കി. അതുപോലെ ഒരേ ഏജാകുമ്പോൾ അവർ മാറിക്കൊടുക്കണം, മാറ്റണം. ഇവിടെ ഇന്ത്യയിൽ അത് മാറ്റില്ല. മറ്റേ കൺട്രീസിൽ അവർ മാറും, ഇവിടെ മാറില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും ഭയങ്കര സ്പോർട്സ് ഫുട്ബോൾ ഫുട്ബോൾ ഹോക്കി നന്നാത്ത കാര്യം. പണ്ടെല്ലാം ഉണ്ടായ സമയത്ത് സ്റ്റേറ്റ് കളിക്കണം, എന്നാലേ NIS കോച്ചിങ്ങിന് പോകാൻ പറ്റുള്ളൂ. 6 മാസം കോച്ചിങ് NIS. അവിടെ ആ കോച്ചുമാരെല്ലാം സ്റ്റേറ്റ് പോയി സന്തോഷ് ട്രോഫി ജയിച്ചിട്ടുണ്ട്. ഒരുപാട് പ്ലേസ് ഇന്ത്യ കളിച്ചിട്ടുണ്ട്. അവർക്കൊരു ഇപ്പോൾ കളിക്കണ്ട, സ്റ്റേറ്റ് കളിക്കണ്ട, ഫുട്ബോൾ കളിക്കണ്ട. 25,000 കൂടെ സർട്ടിഫിക്കറ്റ് കയ്യിൽ തന്നെ 11 ദിവസം കൊണ്ട് കോച്ച് ചെയ്യണം. എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പറ. അവർക്ക് പൈസ ഇടുന്നുണ്ട്, അവരെ പോക്കറ്റിൽ നിന്ന് അറിയുന്നുണ്ട്. ഫുട്ബോൾ നശിച്ചുകൊണ്ടാണ്. അന്ന് പൈസ ഇല്ല. ഇവിടെ അക്കാഡമി പറഞ്ഞിട്ട് ആഴ്ചയിൽ 3 ദിവസം കോച്ചിങ്, പൈസ മാസത്തിൽ മേടിക്കും. എന്ത് അക്കാഡമി? കാരണം ഇപ്പോൾ അക്കാഡമി തലപ്പുറത്ത് ഇരിക്കുമ്പോൾ ഈ അക്കാഡമി എന്താണ് അറിയണം. ഫുട്ബോൾ എന്താണ്? ഫുട്ബോൾ കളിക്കണം. ഫുട്ബോൾ എന്താണെന്ന് ഫുട്ബോൾ അറിഞ്ഞാൽ മാത്രമേ കസാരത്തൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഇന്ത്യ കളിച്ചാൽ നമ്മളെ ബൈച്ചൈൻ ബൂട്ടിയ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് സെക്രട്ടറി ആവാൻ വേണ്ടി, പ്രസിഡന്റ് ആവാൻ വേണ്ടി പോയപ്പോൾ ആളെ തട്ടിയിട്ട് ഇപ്പോൾ ഒരു എം പി ഒരു ചൗധരി ഫുട്ബോൾ പ്ലെയർ, സ്റ്റേറ്റ് കളിച്ച ബംഗാൾ സ്റ്റേറ്റ് കളിച്ച പ്ലെയർ ഇരിക്കണം. അപ്പോൾ എന്താ നോക്കിയാൽ അവരെ ഭരിക്കണം. അവർ സ്ഥലം കാണും. ഇവിടെ പ്ലെയിനിൽ പോണ്, ഇവിടെ സെക്രട്ടറിമാർ എല്ലാ സ്റ്റേറ്റ് പ്ലെയിനിൽ പോണ്, ലക്ഷറി പോണ്. ആരുടെ പൈസ? പാവപ്പെട്ട പ്ലേയേഴ്സ് കളിച്ച് ഇടിയും കുത്തും ചവിട്ടും കൊണ്ടിട്ട് ചോരയെല്ലാം കളിച്ചിട്ടല്ല ആ പൈസ കൊണ്ട് ഇവർ പ്ലെയിനിൽ പോണ്, കാറ് ടൂറ് പോണ്, സ്റ്റാറോട്ട് താമസിക്കണം. ഇതാണ് ഫുട്ബോൾ. പറ, എങ്ങനെ നന്നാവില്ല? അത് നമ്മൾ ഇവിടെ വേണ്ട സ്പോർട്സ്മാർ, പഴയ കളിക്കാർ ഒരുമിച്ച് കഴിയണം. ഒരുമിച്ച് നിന്നാൽ സ്പോർട്സ് ഇന്ത്യയിൽ നന്നാവും. നമ്മളെല്ലാം കളിച്ച് കിട്ടി ചാൻസ്. കളിക്കാനവർ കിട്ടുള്ളൂ, കളിക്കാത്തവന് കിട്ടില്ല. ഇപ്പം കളിക്കുന്നവർ കിട്ടില്ല. കളിക്കാതെ പൈസ ഉണ്ടെങ്കിൽ പുറകെ കൂടി പൈസ കൊടുത്താൽ മുമ്പിൽ കൂടി കളിക്കുന്നവർക്ക് ചാൻസ് ഇല്ല. പുറകെ കൂടി പൈസ മേടിച്ചിട്ട് കളിപ്പിക്കും. അക്കാഡമി എന്ത് ചെയ്യണം? പറ, എന്താണ് അക്കാഡമി അർത്ഥം? ചോദിക്കും നമ്മൾ ഇവിടുത്തെ ഫുട്ബോൾ വലിയ നേതാക്കൾ പറയും അക്കാഡമിൻ്റെ മീനിങ് അറിയില്ല. പൈസന് ഈ കേരള ഫുട്ബോൾ നിർത്തിക്കണം. ഞാനൊരു പന്ത് റൈറ്റ് ഇവിടെ അടിക്കണമെങ്കിൽ റൈറ്റിലേക്ക് തലക്ക് ചെസ് ഞാൻ ചെയ്യണ്. അതാണ് ഫുട്ബോൾ. അങ്ങനത്തെ ആൾക്കാരെ ഫുട്ബോൾ സ്നേഹിക്കണം. വാ, സെക്രട്ടറി പ്രസിഡന്റ് ഓൾ ഇന്ത്യ വന്നു വാ ചെയ്യ്. അന്നേരം കസേര പുറത്ത് കയറി എന്തിനാ ഫുട്ബോൾ നശിപ്പിക്കും? പറ്റില്ല, ഇറങ്ങി പോണം.